താലിബാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അത് അത്ര നല്ലതിനല്ല എന്നുള്ളത് ഒരു വശത്ത് നിന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഈ ആമീർ ഖാൻ മുത്താഖി എന്ന് പറയുന്ന അവരുടെ വിദേശകാര്യമന്ത്രി ഇവിടെ നിന്ന് പോയതിന് ശേഷം, അതായത് നമ്മുടെ രാജ്യത്ത് വന്ന് തിരിച്ചു പോയതിന് ശേഷം ഞാൻ കേട്ട ഒരു കാര്യം, അവിടെ പോയപ്പോൾ അവർക്കും ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതിൽ ഒരു എന്താ പറയുക, ചേരാത്ത പക്ഷമുണ്ട്. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ പറയുന്ന ഒരു ഏത് ചെകുത്താനുമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കൈകോർക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇത് വരുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അതായത് താലിബാൻ എന്നും താലിബാൻ തന്നെയാണല്ലോ. അപ്പം നമ്മളിവിടെ നിന്ന് എത്രയൊക്കെ സഹായം ചെയ്താലും ഈ പറയുന്ന ഭീകരർ നമുക്കെതിരെ ഒരു നാൾ തിരിയില്ലേ എന്നുള്ളൊരു സംശയം വളരെ ഭീകരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ആ ചോദ്യത്തിലും ചില സത്യമില്ലേ? അത് നമുക്ക് തലവേദനയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? ഈ നയതന്ത്ര ബന്ധത്തിൽ സത്യത്തിന് വലിയ പ്രസക്തിയില്ല. സാധാരണ നിലക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. അവിടെ ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് പ്രസക്തമായും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറുന്നതും കൂടിച്ചേരുന്നതും എതിരാകുന്നതും പോളിസി മാറുന്നതും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യുദ്ധകാലഘട്ടങ്ങളിൽ പലപ്പോഴും പല രാജ്യങ്ങളും നമ്മൾ അതുവരെ കാണാത്ത രീതിയിലുള്ള ചില നിലപാടുകളിലേക്ക് മാറാറുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ഭാഗത്ത് ചൈനയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പല മേഖലകളിലും നമ്മളൊരു തർക്കം നേരിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു രാജ്യവുമായിട്ടും അങ്ങനെ അതിർത്തി തർക്കങ്ങൾ നമുക്ക് വലിയ തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാനുമായിട്ടുള്ളത് കാലാകാലങ്ങളായുള്ളൊരു പ്രശ്നമാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തീവ്രവാദത്തെ കടത്തിവിടുക, ഇന്ത്യൻ പ്രദേശങ്ങളിൽ തീവ്രവാദത്തിന് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്യുക, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നൊക്കെയുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനും ഏതാണ്ട് സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറിയത് ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിടിയിലേക്ക്, തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം മാറിയപ്പോഴാണ്. നേരത്തെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, രാഷ്ട്രീയപരമായി തന്നെ. രാഷ്ട്രീയപരമായി വളരെ അടുത്ത് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഒരു കാലഘട്ടത്തിൽ. അത് വ്യാപാര രംഗത്താണെങ്കിലും ഭരണപരമായിട്ടുള്ള രംഗത്താണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യത്തിനോട് അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ ബന്ധം പുലർത്തിയിരുന്നു. ഈ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ബന്ധം നമ്മളുമായിട്ട് നിലനിർത്തിയിരുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ സിറിയ പോലെ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നതുപോലെ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ പിടി അത് ശക്തമായതോടുകൂടിയിട്ടാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയും ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ പതുക്കെ പതുക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പക്ഷെ അടുത്ത കാലത്ത് നമ്മുടെ വിദേശ നയത്തിന് വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ അമേരിക്ക ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യയുടേത് എന്ന് പറഞ്ഞതിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ നാം കാണുന്നത് അമേരിക്ക ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ റഷ്യ എക്കാലത്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ്, സുഹൃത്ത് രാജ്യമാണ്. നയതന്ത്ര രംഗത്താണെങ്കിലും എല്ലാം, വ്യാപാര രംഗത്തുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾക്കെതിരാണ്, നമ്മുടെ രാജ്യത്തിനെതിരാണ് നയങ്ങൾ രൂപീകരിക്കുന്നതിലും നിലപാടുകൾ സ്വീകരിക്കുന്നതിലും എന്ന് പറയുന്നത് ചൈന. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ നമ്മളുമായിട്ടുള്ള ബന്ധം വളരെ സുദൃഢമായി മാറുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അപ്പോൾ ഒരു സമയത്തുണ്ടായിരുന്ന നയതന്ത്ര ബന്ധം മറ്റൊരു സമയത്ത് കൃത്യമായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. സർ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ കൃത്യമായൊരു ഭരണ സംവിധാനമുണ്ട്. ഇത് നേരെ തിരിച്ചാണ്. അത് തന്നെയാണ് എല്ലാവരുടെയും ആശങ്ക എന്ന് പറയുന്നത്. താലിബാൻ എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനത്തെക്കാൾ ഉപരി ഭീകര സംവിധാനമാണല്ലോ. ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം, നമ്മുടെ ഗവൺമെൻറ് പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നയം, അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി, അതല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റൽ പ്രോസസ്സിനെ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ്. പക്ഷെ വളരെ വലിയ ധാതു ലവണങ്ങളും പൊട്ടൻഷ്യലുമുള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ പല പ്രദേശങ്ങളുടെയും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക് പണം മുടക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തെ ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പങ്കാളിയാകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകളിൽ നമുക്ക് വലിയ പങ്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഇപ്പോൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നയപരമായി മുന്നോട്ടെടുത്തിട്ടുള്ള ഒരു പോളിസി. ഇപ്പോൾ അതിൽ തീവ്രവാദത്തെ കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഒരുമിച്ച് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നമ്മൾ ഭയക്കേണ്ട ഒരു സാഹചര്യമുള്ളത്, അല്ലെങ്കിൽ പ്രജിത സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്ന ചർച്ച, സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കുള്ള അഭിപ്രായങ്ങൾ അവർ തുറന്ന് ആശങ്കകൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. അതിനെ ഒരു രാജ്യത്തിൻ്റെ ലോങ് ടൈമിലേക്കുള്ള പോളിസിയുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുക എന്നുള്ളത് അത്ര ഈസിയല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിരതയാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അഫ്ഗാനിസ്ഥാൻ ഒരു സ്ഥിരമല്ലാത്ത ഗവൺമെൻറ് അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത ഭരണ സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രണ്ട്, അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു തീവ്രവാദ സംഘടനയുടെ പിൻബലത്തോടുകൂടി നിലനിൽക്കുന്ന ഭരണ സംവിധാനമാണ് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം സുസ്ഥിരമായ സുശക്തമായ ഒരു ഭരണ സംവിധാനമുള്ളൊരു രാജ്യം നമ്മൾ ആരെ ഭയക്കണം? നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കടന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിനോട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാനോ നേർക്കുനേർ നിന്ന് ഒരു പ്രശ്നം സൃഷ്ടിക്കാനോ കഴിയുന്ന ശക്തിയുള്ളൊരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ. നിലവിൽ പാകിസ്ഥാന് പോലും കഴിയുന്നില്ല. പാകിസ്ഥാന് കഴിഞ്ഞിട്ടേ ഇല്ല, ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ എന്നെല്ലാമാണോ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അന്നെല്ലാം പരാജയപ്പെട്ട് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏത് രംഗത്താണെങ്കിലും, രാഷ്ട്രീയ രംഗത്താണെങ്കിലും, ഇനി അതല്ല നേരിട്ട് യുദ്ധരംഗത്തേക്ക് വന്നാൽ പോലും അവർ അവർക്ക് തിരിച്ചു നടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഔദാര്യം കൊണ്ട് അവരുടെ സൈന്യം തിരിച്ചു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കുണ്ടാക്കാൻ അവർ ശ്രമിച്ചത് അകത്ത് കടന്നുള്ള തീവ്രവാദമാണ്. രാജ്യത്തിനകത്തേക്ക് കടന്നുകൊണ്ടുള്ള തീവ്രവാദത്തിനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഇന്ത്യക്ക് അകത്തേക്ക് കടന്നൊരു തീവ്രവാദത്തിന് ഇതേവരെ ശ്രമിച്ചിട്ടില്ല. ആകെ നമ്മുടെ രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ, അതായത് പാകിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടഹാർ വിഷയമെല്ലാം ഉണ്ടാകുന്നത്. അത് കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിൽ ആ ഫ്ലൈറ്റ് ഇറക്കി എന്നുള്ളത് ഒഴിച്ചാൽ അഫ്ഗാനിസ്ഥാനുമായി നമ്മളൊരു നേരിട്ടുള്ള ഒരു തീവ്രവാദത്തിൻ്റെ പ്രശ്നമോ നേരിട്ട് അതിർത്തി കടന്നൊരു തീവ്രവാദമോ നമ്മുടെ രാജ്യത്തേക്ക് അങ്ങനെ താലിബാൻ ഏതെങ്കിലും തരത്തിലൊരു തീവ്രവാദം കൊണ്ടുവന്നതായിട്ടൊന്നും വലിയ തരത്തിലുള്ള ഒരു പ്രത്യക്ഷമായ നടപടിയില്ല. പക്ഷേ ഇൻഡയറക്റ്റായി പാകിസ്ഥാൻ വഴി ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ പ്രേരണയോടുകൂടി ഉണ്ടായിട്ടുണ്ടാകാം. അത് വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് വികസനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന, ഭരണക്രമത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന, മാറ്റമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് പൊതുവായി പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ്റെ വികസന പദ്ധതികളിൽ ഇന്ത്യ പങ്കാളിയാകുന്നതിന് ഉള്ള സാധ്യത തുറന്നിടുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവിടുത്തെ വിദേശകാര്യമന്ത്രി വന്നിട്ടാണെങ്കിലും ഇനി അതെല്ലാം മറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണെങ്കിലും ഒക്കെ നടക്കുന്ന ചർച്ചകളുടെ പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് കൊണ്ടല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാകിസ്ഥാനുമായിട്ടൊരു തർക്കമുണ്ട്, അപ്പോൾ നമ്മൾ ഉടനെ അഫ്ഗാനിസ്ഥാനെ പിന്തുണക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുമല്ല. അവിടുത്തെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ധാതു സമ്പത്തുകളുടെ സമ്പുഷ്ടമായിട്ടുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അതിൻ്റെ പ്രയോജനം ഇന്ത്യയുടെ വികസനത്തിന് കൂടി, അഫ്ഗാനിസ്ഥാൻ്റെ വികസനത്തെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വികസനത്തിന് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നതിൽ തെറ്റില്ലല്ലോ. ഇപ്പോൾ ഇവർ വന്ന സമയത്ത്, മുത്തക്കി വന്ന സമയത്ത് സംസാരിച്ചിട്ടുള്ളതും താലിബാൻ ഭരണകൂടം വന്ന സമയത്ത് സംസാരിച്ചിട്ടുള്ളതും നമ്മൾ നിലവിൽ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, സ്കൂളുകളായിക്കോട്ടെ, കുടിവെള്ള പദ്ധതികളായിക്കോട്ടെ, പാർപ്പിട സമുച്ചയങ്ങളായിക്കോട്ടെ, അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾ അത് പൂർത്തിയാക്കാതെ പോകരുത്, അത് നിങ്ങൾ പൂർത്തിയാക്കി തരണമെന്നാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പണിതിട്ടുള്ള സൽമ ഡാം, അതിനുവേണ്ടി ഏതാണ്ട് $300 മില്യൺ ഇന്ത്യ ചെലവഴിച്ചത്. ഈ സൽമ ഡാമിൻ്റെ കാര്യം മാത്രമേ എല്ലാവർക്കും അറിയൂ, പക്ഷെ മറ്റൊരു ഡാം കൂടി അവിടെ പണിയുന്നുണ്ട്. 2021 തുടങ്ങിയ പ്രോജക്റ്റാണത്. അത് എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പോൾ $250 മില്യൺ അടുത്ത് നമ്മളവിടെ ചെലവഴിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും അവസാനവുമായിട്ട് എനിക്ക് വീണ്ടും ചോദ്യം, ഞാൻ അതിലേക്ക് തന്നെ പോവുകയാണ്. ഇത്രയും മില്യൺ കണക്കിന് ഡോളർ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അവർ ഒരു നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ
ഇത് നമുക്കും ഗുണകരമാണ്. സാറ് പറഞ്ഞതുപോലെ അവിടുത്തെ ധാതു സമ്പത്തുകളുണ്ട്, അത് അവർക്കും ഗുണകരമാകും നമുക്കും ഗുണകരമാകും. അവർക്ക് ഇതിൻ്റെ എല്ലാം ഈ ടെക്നിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സാമ്പത്തികവും എല്ലാം ആവശ്യമുണ്ട്. ഇന്ത്യയെ പോലെ ഒരു ട്രസ്റ്റബിൾ കൺട്രീനെ അവർക്ക് ഇനി കിട്ടാനുമില്ല. വേറെ എവിടെ പോയി ഇപ്പോൾ ചൈന വരുമെന്ന് പറഞ്ഞാൽ ചൈന അവരുടെ ഒരു ഭൂപ്രദേശത്തിൻ്റെ പകുതി ഭാഗവും കൊണ്ട് പോവുകയും ചെയ്യും. ഇന്ത്യക്ക് അങ്ങനത്തെ നോട്ടം ഇന്ത്യയെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും ഇതിൽ ഇവർക്ക് എവിടെയാണോ ഒരു പിരിവെട്ടുക എന്ന് പറയുമല്ലോ, നമ്മൾ പിരിവെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടക്കിയിട്ടുള്ള ഈ ഫണ്ട് മുഴുവനും വെറുതെ ആവില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു നയം, അത് വിദേശ നയത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു പൊതു നയം, നമ്മളൊരു ചൂഷണം ചെയ്യുന്നൊരു രാജ്യമല്ല. ഒരു രാജ്യത്തെയും നമ്മൾ ചൂഷണം ചെയ്യുക എന്നുള്ളൊരു നയം നമുക്കില്ല. അത് വിദേശ നയത്തിൻ്റെ കാര്യത്തിനുമില്ല, വ്യാവസായിക സംവിധാനങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിലുമില്ല, ടെക്നോളജിക്കൽ നോഹവിൻ്റെ കാര്യത്തിലുമില്ല. ഒരു രാജ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് വളരാം എന്നൊരു നിലപാട് നമ്മുടെ രാജ്യത്തിന് ഒരു കാലഘട്ടത്തിലുമില്ല, ഇപ്പോഴുമില്ല. അതൊരു സംസ്കാരവും കൂടി, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണത്. നമ്മൾ ചൂഷണം ചെയ്യുക, ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളോട് നമ്മൾ വശംവദരായി നിന്ന് കൊടുത്തു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ അവരെയും ചൂഷണം ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അവിടെ പണം മുടക്കുന്നു, അഫ്ഗാനിസ്ഥാനിൽ പണം മുടക്കുന്നു, അവിടുത്തെ ഭരണ സംവിധാനം മാറുന്നു. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം രൂപീകരിച്ച് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഒരു ഭരണകൂടം മാറിയാൽ മാറുന്നൊരു സംവിധാനം മാത്രമല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സിൻ്റെ ഭാഗം കൂടിയാണ്. അതിൻ്റെ എഗ്രിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ MOUൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പോകുന്ന നയതന്ത്ര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം പോകുന്ന കാര്യമാണ്. അതിൽ ഭരണ സംവിധാനം മാറുമ്പോൾ ചെറിയ തരത്തിൽ ഏതെങ്കിലും ഒരു മാറ്റമുണ്ടാകാമെന്നോ അല്ലെങ്കിൽ ഒരു പോളിസി ചേഞ്ച് ഉണ്ടാകാമെന്നോ ഒക്കെയുള്ളൂ. പക്ഷേ ആത്യന്തികമായി അതിലൊരു വലിയ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പ്രയാസകരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും ആ പദ്ധതികൾ സുശക്തമായി തുടരാൻ കഴിയുന്നു അഫ്ഗാനിസ്ഥാന്. 2, അവിടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്നു. അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഫണ്ട് മുടക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഏത് രാജ്യവും തമ്മിലാണെന്ന് ആലോചിക്കണം. ഇവിടുത്തെ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും BJP ഒരു വിഭാഗം ജനത്തിന് എതിരാണ് എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൽ നിന്നാണ് മുഴുവനായും എതിരാണെന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഫണ്ട് മുടക്കിക്കൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് ആ രാജ്യം വികസിക്കണമെന്നുള്ള ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നത്, ഒരു നയം മുന്നോട്ട് വെക്കുന്നത്, ഒരു പോളിസി രൂപപ്പെടുത്തുന്നത്, ആ പോളിസിക്കനുസരിച്ച് പദ്ധതി ആവിഷ്കരിക്കുന്നത് ഏത് സമൂഹത്തിനോടാണ്? തീവ്രവാദം മാത്രമല്ലല്ലോ, അവിടെ തീവ്രവാദികളുടെ പിടിയിലുള്ള സമൂഹമുണ്ടല്ലോ. അവിടെ ഒരു വലിയ മുസ്ലിം സമൂഹം അവിടെയുണ്ട്. ആ സമൂഹം മുഴുവൻ തന്നെ മുന്നോട്ട് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് ഏത് ഭരണകൂടമാണ് വെക്കുന്നത്? നരേന്ദ്രമോദി ഭരണകൂടമല്ലേ അത് വെക്കുന്നത്? അപ്പം മോഡിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? തീവ്രവാദത്തെക്കാൾ അപ്പുറത്ത്, തീവ്രവാദം എന്നുള്ളത് ഏത് സമയത്ത് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ തടയിടാനോ കഴിയുന്നൊരു സംവിധാനമാണ്. അതൊന്നും ലോങ് ടൈമിലേക്ക് നിരന്തരമായി ഒരു രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തേക്കും കടന്നുകൊണ്ടൊരു തീവ്രവാദമൊന്നും നടത്താൻ ഒരു സംഘടനക്കൊന്നും കഴിയുന്ന കാര്യമല്ല. അത് നടത്തണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെയോ മറ്റൊരു സംവിധാനത്തിൻ്റെയോ സപ്പോർട്ട് വേണം, പൂർണ്ണമായ സപ്പോർട്ട് വേണം. ഇന്നൊരു പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ആ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സപ്പോർട്ടുകൾ, അവർക്ക് കിട്ടിയിരുന്ന സപ്പോർട്ടുകൾ അതൊന്നുകിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി അതല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല അവർക്ക് കിട്ടിയിരുന്ന സപ്പോർട്ട് എവിടെ നിന്നാണോ ആ രാജ്യങ്ങളുടെ ശക്തിയും അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ വരെ ഇല്ലാത്ത ബന്ധത്തിലേക്ക് അവർ വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി കണ്ടുകൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് കണ്ടുകൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം കണ്ടുകൊണ്ടാണ്. നമ്മുടെ രാജ്യം എന്ത് നിലപാട്, ശക്തമായ നിലപാട്, സുസ്ഥിരമായ നിലപാട്, ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണ നടപടികളില്ലാതെ പാകിസ്ഥാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ കൂടി സംരക്ഷണത്തോടുകൂടി നമുക്കെതിരെ തിരിക്കാനുള്ള മാർഗമുണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ആ മാർഗം അടഞ്ഞു എന്നുള്ളത് അഫ്ഗാനിസ്ഥാനും മനസ്സിലായിട്ടുണ്ട്, പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു നിലപാട്, രാജ്യത്തിൻ്റെ ഒരു നിലപാട്, നമ്മൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചാക്രമണം നടത്തുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അവർക്ക് എപ്പോഴെങ്കിലും ഒരു ഉദാഹരണം തെളിവ് സഹിതം UN-ലോ ഇനി മറ്റേതെങ്കിലും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ മുൻപിലോ പാകിസ്ഥാനെ നാളിതുവരെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നയം അതാണ്. ആ നയത്തിൽ താലിബാനല്ല അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ആ രാജ്യത്തെ ജനങ്ങളും ആ രാജ്യത്തെ വികസനവുമാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വരുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ രാജ്യം അത് അംഗീകരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്?
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.